മണ്ഡലപൂജയ്ക്കായുള്ള തങ്കഅങ്കി ഘോഷയാത്ര 18-ാം പടിയുടെ അടുത്തേക്ക് എത്തുകയാണ്. ദേവസ്വം അധികൃതർ ഇപ്പോൾ സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ, തീവെട്ടികളുടെ അകമ്പടിയോടെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കൊണ്ടുവരികയാണ്. 18-ാം പടി കയറി സംഘം സോപാനത്ത് എത്തുമ്പോഴാണ് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി ഏറ്റുവാങ്ങുക. ഇപ്പോൾ തിരുവാഭരണ സംഘത്തെ സ്വീകരിച്ച് ആനയിച്ച് ദേവസ്വം അധികൃതർ കൊണ്ടുവരികയാണ്. ഗോകുലുണ്ട് നമുക്കൊപ്പം. ഗോകുൽ, കാത്തിരുന്ന തിരുവാഭരണ ഘോഷയാത്ര തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി തങ്കഅങ്കി ഇതാ സന്നിധാനത്തേക്ക് എത്തുകയാണ്. സുജയ, തീർച്ചയായും ഇപ്പോൾ നിലവിൽ ശരണമന്ത്രമുഖരിതമാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും. സന്നിധാനത്ത് ശരണം വിളികളാൽ ലക്ഷങ്ങളാണ് ഇപ്പോൾ നിലവിൽ നിറഞ്ഞിരിക്കുന്നത്. മുൻപ് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു. തീർത്ഥാടകർ ഇപ്പോൾ ഈ തങ്കഅങ്കിക്ക് പിന്നാലെ എത്തിയിരിക്കുകയാണ്. തങ്കഅങ്കി കടന്നു പോയതിനു ശേഷം ഭക്തരെ കടത്തിവിട്ടിരുന്നു. എന്തായാലും ഭക്തരുണ്ട്, അതേപോലെ തന്നെ പോലീസ് അയ്യപ്പന്മാർ, നിരവധി ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് തങ്കഅങ്കി ഏറ്റുവാങ്ങി ഇപ്പോൾ 18-ാം പടിക്ക് താഴെയാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ളതാണ്. 5 മണിയോടുകൂടി ശരംകുത്തിയിൽ നിന്നാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് ആനയിക്കപ്പെട്ടത്. എന്നാലും 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോഴാണ് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങുകയും തുടർന്ന് 6:30യോടുകൂടി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി വഹിച്ചുള്ള പേടകം ഇതാ എത്തുകയാണ്. വലിയ നടപ്പന്തൽ പിന്നിട്ട് 18-ാം പടിക്ക് അടുത്തേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദേവസ്വം അധികൃതർ ചേർന്ന് ഘോഷയാത്രയെ ഇപ്പോൾ സന്നിധാനത്തേക്ക് ആനയിച്ച് കൊണ്ടുവരികയാണ്. പോലീസ് അയ്യപ്പന്മാരടക്കം അകമ്പടിയുണ്ട്. അങ്ങനെ തങ്കഅങ്കി ഇപ്പോൾ എത്തുകയാണ്. 6:30-ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കഅങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടക്കും. നാളെ ഉച്ചയ്ക്കാണ് തങ്കഅങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കുക. നാളെ ഉച്ചയ്ക്ക് തങ്കഅങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജയോടുകൂടി ആണ് ഈ ഒരു തീർത്ഥാടന കാലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ദിവസം നാളെയാണ്. ഇന്നിപ്പോൾ 6:30-ക്ക് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായാണ് കാത്തിരിക്കുന്നത്. 23-ാം തീയതി പുറപ്പെട്ട തങ്കഅങ്കി ഘോഷയാത്രയാണ്. വിവിധ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 74ഓളം കേന്ദ്രങ്ങൾ പിന്നിട്ടാണ് തങ്കഅങ്കി ഘോഷയാത്ര ഇതാ 18-ാം പടി കയറാൻ പോകുന്നത്. ആറന്മുളയിൽ അടക്കം തങ്കഅങ്കി ദർശിക്കാനൊക്കെ നിരവധി ആളുകൾ എത്തിയിരുന്നു. ഇനിയിപ്പോൾ ആചാരപരമായി തങ്കഅങ്കി 18-ാം പടി വഴി കയറി മുകളിലേക്ക് എത്തുകയാണ്. സ്വീകരിക്കുന്നതിനായി തന്ത്രിയും മേൽശാന്തിയും അടക്കം കാത്തു നിൽക്കുകയല്ലേ ഗോകുൽ? സുജയ, ഇപ്പോൾ നിലവിൽ സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും അടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണെന്നുള്ളതാണ്. കനത്ത തിരക്കിലേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു. സന്നിധാനത്ത് കനത്ത തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. മുൻപ് തങ്കഅങ്കിക്കൊപ്പം അനുഗമിച്ചെത്തിയവരും ഒക്കെ കൂടെ കൂടുമ്പോൾ വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭക്തർ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ നിലവിൽ സ്വാമി തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള സംഘത്തെ ഇപ്പോൾ 18-ാം പടി കയറി മുകളിലേക്ക് എത്തുകയാണവർ. അവിടെ സ്വീകരിക്കുന്നതിനായി ആചാരപരമായാണ് സോപാനത്ത് സ്വീകരിക്കുക. തന്ത്രിയും മേൽശാന്തിയും ചേർന്നാണ് സ്വീകരിക്കുക. തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാ സന്നിധാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 6:30-ക്കാണ് തങ്കഅങ്കി ചാർത്തിക്കൊണ്ടുള്ള മഹാദീപാരാധന നടക്കുക. അങ്ങനെ തങ്കഅങ്കി ഘോഷയാത്ര ദീപാരാധനയ്ക്കായി ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്കാണ്. ആ തിരക്കിനിടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കായി കാത്തിരിക്കുകയാണ് ശബരിമല. നാളെ ഉച്ചയ്ക്കാണ് തങ്കഅങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കുക. സന്നിധാനത്തേക്ക് തങ്കഅങ്കി പേടകം എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയം ചരണം വിളികളോടെ ഇതാ തങ്കഅങ്കി സന്നിധാനത്തേക്ക് സോപാനത്തേക്ക് എത്തുകയാണ്. തങ്കഅങ്കി ഘോഷയാത്രയെ അനുഗമിച്ചെത്തിയ സംഘം തങ്ങളെ സ്വീകരിക്കുമ്പോൾ ഇട്ട മാലകളടക്കം ആ പേടകത്തിന് മുകളിലേക്ക് ഇടുകയാണ്. തങ്കഅങ്കി ഇപ്പോൾ സന്നിധാനത്തേക്ക് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 30 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇന്നലെ വരെ ശബരിമലയിലെത്തി ദർശനം നടത്തി. ഇന്നത്തെ ദീപാരാധന വളരെ പ്രധാനപ്പെട്ടതാണ്, സവിശേഷമാണ്. ആ ദീപാരാധനയ്ക്കായി കാത്തുനിൽക്കുന്ന ഭക്തരുണ്ട്. തങ്കഅങ്കി ഘോഷയാത്ര കടന്നുപോയതിനു ശേഷമാണ് ശരംകുത്തിയിൽ നിന്ന് ഭക്തരെ കടത്തിവിട്ടത്. അവരും ഇപ്പോൾ തങ്കഅങ്കി ഘോഷയാത്ര കടന്നുപോയതിനു ശേഷം ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻ ഭക്തജന തിരക്കാണ് നമ്മൾ സന്നിധാനത്ത് കാണുന്നത്. ഇപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങുന്ന തങ്കഅങ്കി ശ്രീകോവിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന ദർശിക്കുന്നതിനായിട്ടുള്ള തിരക്കാണ് സന്നിധാനത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോകുൽ, തങ്കഅങ്കി ഇപ്പോൾ ശ്രീകോവിലിലേക്ക് എത്തിയിരിക്കുന്നു. സുജയ, തങ്കഅങ്കി ഇപ്പോൾ ശ്രീകോവിലേക്ക് എത്തുകയാണ്. അതിന് ശ്രീകോവിലേക്ക് എത്തുന്നതിന് മുൻപ് സോപാനത്താണ് ഇപ്പോൾ നിലവിൽ തന്ത്രിയും
ശാന്തിയും ചേർന്നുകൊണ്ട് തങ്കയങ്കി ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. ഭക്തരെ സംബന്ധിച്ചുള്ള അത്രത്തോളം വിശ്വാസപരമായി ഏറ്റവും ആത്മീയമായി ഉയർത്തി നിൽക്കുന്ന ഒരു തലം കൂടിയാണ് ഇതെന്ന് പറയേണ്ടത് വരും. കാരണം മണ്ഡല കാലം കഴിയുകയാണ്. ഇനി മകരവിളക്ക് കാലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. 40 ദിവസത്തെ മണ്ഡല വ്രതം കഴിയുന്നത് നാളെയാണ്. അങ്ങനെ 27-ാം തീയതി മണ്ഡല പൂജയോടുകൂടി നട അടയ്ക്കുകയാണ്. 2 ദിവസത്തെ നട അടച്ചതിന് ശേഷം 30-ാം തീയതി വീണ്ടും നട തുറക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. മണ്ഡല പൂജ കഴിഞ്ഞ് നട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും മകരവിളക്ക് കാലം അല്ലെങ്കിൽ ശബരിമല സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വിശ്വാസപരമായി ആത്മീയ കാലം കഴിയുകയാണ്. ദീപാരാധനയിലേക്ക് കടക്കുകയാണ്. 6:30 ദീപാരാധനയ്ക്കുള്ള സമയമായി. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കഅങ്കി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അവിടെ നിലയുറപ്പിച്ചിരുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരും ഭക്തരുമൊക്കെ ആ തങ്കഅങ്കി വഹിച്ച പേടകത്തിൽ ആദരവോടെ നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. തൊട്ടുതൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും. അത്രയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കാൻ പോവുകയാണ്. സന്നിധാനത്ത് നാളെ രാവിലെ 10:10-നും 11:00-ക്കും ഇടയ്ക്കാണ് ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുക. അതിനായുള്ള തങ്കഅങ്കി ഇപ്പോൾ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഘോഷയാത്ര എത്തിയതിന്റെ സ്വീകരിച്ചതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ഇപ്പോൾ ഉള്ളത്.